ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മുരിങ്ങയിലയും പരിപ്പും വെച്ചൊരു കറി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ മുരിങ്ങയില കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കറിലേക്ക് 1/2 കപ്പ് പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പീസ് പരിപ്പ് എന്നൊക്കെ പറയും, അതാണ്. ഏത് ടൈപ്പ് പരിപ്പാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പീസ് പരിപ്പാണ് കുറച്ചും കൂടി ടേസ്റ്റ്. പക്ഷേ അത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നമുക്ക് ഒരു 3 വിസിൽ വരുന്നവരെ നന്നായിട്ട് വേവിച്ചെടുക്കാം. ഞങ്ങളുടെ ബട്ടറി പരിപ്പ് എന്ന് പറഞ്ഞിട്ട് ഇതിനെ പറയാം. ശരിക്കും തുരപ്പരിപ്പിനേക്കാളും ടേസ്റ്റാണ് ഈ പരിപ്പിന്. ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ, 3 ചെറിയ വെളുത്തുള്ളി, 2 പച്ചമുളക്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതൊക്കെ ചേർത്തിട്ട് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നല്ല മഷി പോലെ ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇതിൽ വിസിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറും നമുക്ക് അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത്യാവശ്യം നന്നായി മുരിങ്ങയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 വലിയ പിടി മുരിങ്ങയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിലർക്ക് അത്ര മുരിങ്ങയില ഇഷ്ടമുണ്ടാവില്ല, അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കുറച്ചിട്ടാലും മതി കേട്ടോ. ഇതിലേക്ക് ഇപ്പോൾ ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരു 5-6 മിനിറ്റ് ഈ മുരിങ്ങയില കുക്കാവുന്ന വരെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. മുരിങ്ങയിലൊക്കെ കുക്കായി അത്യാവശ്യം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കറി. ഇനി ഇതിലേക്ക് ഞാനൊരു പകുതി ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. എനിക്കൊരു ചെറിയ പുളി ഇഷ്ടമാണ് ഇങ്ങനത്തെ കറികളിലൊക്കെ. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം കേട്ടോ. അതും കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് താളിച്ച് ഒഴിക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1.5 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ കറിയിൽ മൊത്തത്തിലൊരു 1.5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. അത് പറയാൻ ഞാൻ വിട്ടുപോയി. പരിപ്പൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ കറി നന്നായിട്ട് കട്ടയാവും തണുക്കുമ്പോൾ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ വെള്ളം ചേർക്കണം കേട്ടോ. കടുകൊക്കെ പൊട്ടിയതിന് ശേഷം നമുക്ക് ഒരു 4-5 ചെറിയുള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും 3 വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു കളർ കിട്ടും താളിച്ച് ഒഴിക്കുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചേർക്കുന്നത്. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം തന്നെ നോക്കി കറി അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ കുറച്ചധികം വെള്ളം നമ്മൾ ആദ്യമേ ചേർക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മുരിങ്ങയിലയും പരിപ്പും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.